ജീവിതം മുഴുവൻ കരഞ്ഞു തീർക്കുന്ന കുറേ മനുഷ്യരുണ്ട്. കാണുമ്പോൾ ചിരിക്കുമെങ്കിലും ജോലിസ്ഥലത്തും കുടുംബരംഗത്തും പ്രവർത്തനങ്ങളിലുമൊക്കെ അവരുണ്ടാകുമെങ്കിലും അവർ തനിച്ചാകുമ്പോൾ അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലരെങ്കിലും അവരുടെ ദുഃഖഭാരങ്ങളെ, അവരുടെ ഇമോഷണൽ ബാഗേജുകളെ വഹിക്കാൻ കഴിയാതെ എവിടെയും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരും ധാരാളമുണ്ട്. പൊതുവെ ഡിപ്രഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, വിഷാദം എന്ന് മലയാളത്തിൽ അർത്ഥം പറയുന്ന, മനോവ്യഥകൾ, ദുഃഖങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഇത്തരം കാര്യങ്ങൾ കാരണങ്ങളുണ്ടായിട്ടുണ്ടാകും. കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്താണ് എൻ്റെ പ്രശ്നം എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഉണ്ടാകും. മരണങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, കാരണമറിയാത്ത പ്രശ്നങ്ങൾ തുടങ്ങി പല കാരണങ്ങളാൽ ഇതനുഭവിക്കുന്ന ആളുകൾ ധാരാളമാണ്. 5 ആളുള്ള വീട്ടിൽ അല്ലെങ്കിൽ 4 ആളുള്ള വീട്ടിൽ ഒരാൾ മനോരോഗിയാണ് എന്നാണ് പുതിയ കണക്കുകൾ. നമ്മുടെ സംസ്ഥാനം എല്ലാറ്റിലും നമ്പർ 1 ആണ് എന്നാണ് പൊതുവെ നമ്മൾ പറയാറ്. ഇതിലും ഒക്കെ നമ്പർ 1 ആണ് എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങളും വെളിപ്പെടുത്തലുകളുമൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പറയാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്, നമുക്കൊരു മനോവേദനയെ എങ്ങനെ അതിജയിക്കാം, ഒരു വിഷമമല്ലാതെ എല്ലാ അൽഹംദുലില്ലാ ഖൈറായി പോകുന്നവരാണ് എന്ന് പറയുന്നവരാണ് പൊതുവെ മിക്കവാറും ആളുകളൊക്കെ. പക്ഷെ ജീവിതം എപ്പോൾ വേണമെങ്കിലും ഒരു പ്രതിസന്ധിയിലേക്കും ഒരു പ്രശ്നത്തിലേക്കും എത്തിപ്പെടാം. അത് നമ്മുടെയൊക്കെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും ഒക്കെ അപ്പുറത്താണ്. ഗൾഫിൽ ഭർത്താവിന് കൂടെ സ്വസ്ഥമായി കഴിയുന്ന ഒരു പെൺകുട്ടി ഉമ്മ വിളിച്ചപ്പോൾ അവളോട് പറഞ്ഞു, നമ്മുടെ അയൽപക്കത്തുള്ള ഇന്ന വ്യക്തി ഇന്നലെ രാത്രി ആത്മഹത്യ ചെയ്തു. ഇത് കേട്ടിട്ടേ ഉള്ളൂ അവള്. ആ നിമിഷം മുതൽ അവളൊരു മനോരോഗിയാവുകയാണ്. അവൾ ആത്മഹത്യാ പ്രവണത കാണിക്കുന്നു. മനോനിലയിൽ വലിയ വ്യതിചലനങ്ങൾ വരുന്നു. പ്രവാസിയായ ഭർത്താവ് അവരെ കൂട്ടി നാട്ടിലേക്ക് വരുന്നു. പ്രവാസം തന്നെ അവസാനിപ്പിക്കുന്നു. ഒരു ഫോൺ കോളിന് മുമ്പും ഒരു ഫോൺ കോളിന് ശേഷവും ഒരു കുടുംബം മൊത്തം മാറി മറിയാണ്. അപ്പൊ അവിടെ മെഡിക്കലി അതിന് കുറെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ അവലോകനം ചെയ്യല്ല നമ്മൾ. വിഷയമല്ലാത്തൊരു വിഷയം ഞാൻ പറയാം. അപ്പൊ ഒരാളോട് ഇങ്ങനത്തെ ഒരു വാർത്ത അറിയിക്കേണ്ട രൂപം അതല്ല. ഒരു മരണ വാർത്തയോ ഒരു ദുരന്ത വാർത്തയോ ഒന്നും കൺമുന്നിലില്ലാത്ത, അരികിലില്ലാത്ത ഒരാളോട് പറയേണ്ട രൂപം അതല്ല എന്ന് നമുക്ക് പറഞ്ഞു പോകാം. അത് പറയേണ്ട ഒരു സമയമല്ല ഇപ്പം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളതാണ് ഒരു 8 കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ഇസ്ലാം എപ്പോഴും വിശ്വാസത്തിന്റെ പരിഹാരങ്ങളാണ് പറയാം. വിശ്വാസം യഥാവിധി പരിപാലിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് ഇതിനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മറികടക്കാനുള്ള ചിന്ത അയാളുടെ ഉള്ളിൽ അപ്പോ ഉണ്ടാകും. എന്തെല്ലാം പ്രശ്നങ്ങൾ അയാൾക്കുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെ മനോഹരമായി അതിജീവിക്കാനുള്ള ഒരു മനോനില അയാൾക്കുണ്ടാകും. ഏറെ ദീനീ ചിട്ടയോടുകൂടെ വളരെ ചെറിയ പ്രായം മുതൽ വളർത്തിക്കൊണ്ടുവന്ന മകളെ ഒരു വൈകുന്നേരം കാണാതായി. അയാളൊരു അയൽക്കാരനായ, അന്യമതസ്ഥനായ, ഒരു SC/ST കാരനായ വ്യക്തിയുടെ കൂടെ ഒളിച്ചോടിപ്പോയിട്ടുണ്ട് എന്ന വാർത്ത, അതിനെ മറികടക്കാൻ എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി വന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂർ കൊണ്ട് അയാൾ അതിനെ മറികടന്നു. എന്താ കാര്യം? വിശ്വാസത്തെ കൃത്യമായി അറിയേണ്ട അളവിൽ അറിയുകയും പഠിക്കേണ്ട അളവിൽ പഠിക്കുകയും ചെയ്താൽ പിന്നെ അങ്ങനെ ആയിരിക്കും. ഇതിനെ തന്നെ വ്യത്യസ്ത രീതിയിൽ എടുക്കുന്നവരുണ്ടാകും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ ഒരു വാർത്ത കേട്ടാൽ ഉടനെ ഇനി ഇവിടെ ജീവിച്ചിട്ട് കാര്യമല്ല, ഇനി മാനക്കേട് സഹിച്ച് ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ചെറിയ മക്കൾക്ക് കൂടി വിഷം കൊടുത്ത് കുടുംബം ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുന്ന കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലെങ്കിൽ അവൾ അങ്ങനെ വിട്ടാൽ പറ്റില്ല, അവൾ അങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട എന്ന് വിചാരിച്ച് അവളെ തേടിപ്പിടിച്ച് വെട്ടി നുറുക്കുന്ന, അയാളെയും അരുങ്കൊല ചെയ്യുന്ന, ഇല്ലാതാക്കുന്ന പ്രവണതകൾ സ്വീകരിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. ഇയാൾ തികച്ചും വ്യത്യസ്തമായ ഒരു രൂപമാണ് സ്വീകരിച്ചു വരുന്നത്. ആ കുട്ടിയായിട്ട് പിന്നെയും സംസാരിക്കണം. മോളെ, നിന്റെ ദീന്, നിന്റെ പരലോകാണ് പോയത്, അത് നീ ഓർക്കണം എന്നാണ് ആ കുട്ടിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോ വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിച്ചൊരു കാര്യമുണ്ട്. സൂറത്തുൽ നഹലിന്റെ 97 ഞാൻ അതാണ് ഇവിടെ ഓതി വെച്ചത്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ, സൽക്കർമ്മങ്ങൾ മാത്രം പോരാ, വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനാകണം. ഖുർആൻ അത് പ്രത്യേകം എടുത്തു പറയാ. എന്തേ? അമലു സ്വാലിഹാത്ത് ചെയ്യുന്നവരിലും ഇസ്ലാമിന്റെ അസ്ലുകൾ നഷ്ടപ്പെട്ടവരുണ്ടാകുന്നുള്ള പാഠവും കൂടി നമ്മൾ അതിൽ നിന്ന് എടുക്കണം. പള്ളിക്ക് കറക്റ്റ് പോകുന്നുണ്ട്, ജുമാക്ക് നേരത്തെ എത്തുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം മുഅ്മിനാകൂല. മുഅ്മിനാകണമെങ്കിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളെ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ട്, നമ്മൾ പലതും ശരിയാണെന്ന് വിചാരിച്ച പലതും ശരിയായിക്കൊള്ളുന്നില്ല. അപ്പോ വിശ്വാസ പാഠങ്ങളെ വീണ്ടും വീണ്ടും പുനഃപരിശോധനയ്ക്ക് വിധേയാക്കണം. എന്താ, ഞാന് ഉൾക്കൊണ്ട കാര്യത്തിൽ വാപ്പാന്റെ വാപ്പിയേറ്റ് കൈമാറി കിട്ടിയതാണ്. ഞാൻ ഇരുന്ന് പഠിച്ചുണ്ടാക്കിയതല്ല, ഞാൻ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് നോക്കി പഠിച്ചുണ്ടാക്കിയതല്ല. ബാക്കിയൊക്കെ പഠിച്ചുണ്ടാക്കിയിട്ട് എടുക്കല്. ഭൂമി വാങ്ങുകയാണെങ്കിലും മത്സ്യം വാങ്ങുകയാണെങ്കിലും ആപ്പിൾ വാങ്ങുകയാണെങ്കിലും ഒക്കെ നേരെ നോക്കിയിട്ടേ വാങ്ങുള്ളൂ. വിശ്വാസവും നിലപാടും ഒക്കെ കൈമാറി കിട്ടി പോകുന്നതാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നത് ശരിയാം വിധം പരിശോധനാ വിധേയമാക്കണം. അപ്പൊ ഖുർആൻ പറയാണ്, എന്താ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ, വഹുവ മുഅ്മിനുൻ, അവന്റെ വിശ്വാസത്തിൽ കുഴപ്പമില്ലാത്ത അവസ്ഥയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ, അവന് നമ്മൾ നല്ല സുഖകരമായ ഒരു ജീവിതം ഭൂമിയിൽ തന്നെ കൊടുക്കും. എന്താണ് ആ സുഖകരമായ ജീവിതം? ഭയങ്കര കൊട്ടാരവും ഭയങ്കര കാറും ഭയങ്കര സെറ്റപ്പും സ്വാധീനമൊക്കെയാണോ? നിങ്ങളുടെ വീട് ഒരു ടാർപോളിൻ ഷീറ്റിന്റെ 4 ഭാഗത്തേക്കും കയറിട്ട് കെട്ടി 2 പട്ടകൾ കൊണ്ട് അങ്ങനെ മറച്ചുണ്ടാക്കിയ ഒരു ചെറിയ കുടിലാണെങ്കിൽ പോലും ആ കുടിലിനുള്ളിൽ ഒരു കൊട്ടാരത്തെക്കാളും സംതൃപ്തകരമായ ആഘോഷപൂർണമായ ഒരു ജീവിതം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഹയാത്തു ത്വയ്യിബ അതാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ഭയങ്കര സെറ്റപ്പും സൗകര്യമൊന്നുമല്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന അങ്ങേയറ്റത്തെ ശാന്തിയും സമാധാനവും സംതൃപ്തിയും ഇനിയും മുന്നോട്ട് പോകാനുള്ള മനോഗതവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തരാന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രം തീരൂല. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർക്ക് നമ്മൾ പരലോകത്ത് അർഹതപ്പെട്ട പുണ്യം നൽകുകയും ചെയ്യും എന്നാണ്. അപ്പൊ നമ്മൾ ഈ ഒരു അടിസ്ഥാനം പഠിച്ചു വെക്കണം. ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചൂരൽ മലയിലെ മനുഷ്യർ ഉറങ്ങാൻ കിടക്കുമ്പോൾ തൊട്ടിലിൽ കുഞ്ഞുണ്ടായിരുന്നു, അരികത്ത് ഭാര്യ ഉണ്ടായിരുന്നു, അപ്പുറത്തെ റൂമിൽ ഉമ്മയുണ്ടായിരുന്നു. നേരം വെളുത്ത് രാത്രി ഏറെ വൈകി എന്തോ ഒരു ശബ്ദം കേട്ട് ഉണർന്ന് ഒന്നുമില്ലാതായി, സീറോയിലേക്ക് അവർ പോയൊരു നിമിഷം കൊണ്ട്. ഒരു ജനത പതിയെ അവരിങ്ങനെ നടന്നു കയറുകയാണ്. അവരുടെ പ്രതിസന്ധികളെ അവർ മറികടക്കുകയാണ്. നമ്മൾ വിചാരിക്കും അവർക്ക് വീടായി സെറ്റപ്പായി പഴയതിനേക്കാളും നല്ല സംവിധാനമൊക്കെ കൊടുത്തു എന്നൊക്കെയാണെങ്കിലും അവർക്കൊരു മഹാ കൊട്ടാരം പണിതു കൊടുത്താലും ആ കുട്ടിയുടെ തൊട്ടിലും അരികിടത്തി കിടന്ന ഭാര്യയും ഇപ്പോഴും കിട്ടാത്ത ഉമ്മയുടെ മൃതശരീരവും മകനെക്കുറിച്ചുള്ള ആകുലമായ ചിന്തകളും മയ്യത്ത് മറമാടിയപ്പോ കിട്ടിയ ബോഡി അവരുടേത് തന്നെയാണെന്ന ചോദ്യവും ഒക്കെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് അതെല്ലാം ഒന്നിച്ച് കബറടക്കാനുള്ള വഴി എന്താണെന്നറിയോ? അത്തരം ചിന്തകളെ കൂടി കബറടക്കാനുള്ള വഴിയാണ് ഖുർആൻ പറഞ്ഞത്. നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക, യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുക. ഒന്നാമത്തെ വഴി അതാണ്. ജീവിതത്തിൽ ദുരന്തം വരുമ്പോൾ മാത്രം പടച്ചോനെ എന്ന് വിളിച്ചാൽ കിട്ടൂല. മറിച്ച് ഞാൻ എപ്പോഴും ഈ മിമ്പർ, ഈ എന്നെ കേൾക്കുന്ന ആളുകൾക്ക് കൃത്യമായി അറിയാം, നമുക്കൊരു ലൈഫ് മൊഡ്യൂൾ വേണം. എന്നും ചെയ്യണ കുറച്ച് കാര്യങ്ങൾ വേണം. എന്നും ചെയ്യണേ, വിട്ടുവീഴ്ചയില്ലാതെ. എന്തൊക്കെ സംഭവിച്ചാലും എങ്ങനെയൊക്കെ സംഭവിച്ചാലും ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തില്ലെന്ന് ഉറപ്പോടുകൂടെ ഭയങ്കര ഫ്രീ സോണിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ ഭയങ്കര ഫ്രീ സോണിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഉണ്ടാവും. വണ്ടിയിൽ കയറി താക്കോല് തിരിക്കണീന്റെ മുമ്പ് തന്നെ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ അല്ലേ? ഒരു കാര്യമാണ്. ഇനി എല്ലാ ആഴ്ചയും ചെയ്യാൻ പറ്റിയ കാര്യം ഉണ്ടാകും. ഏതെങ്കിലും ഒരു സാധുവായ മനുഷ്യന് നമ്മൾ എന്ത് ചെയ്തു, ഒരു വീട്ടിൽ നമ്മളെ 1 കിലോ ഇറച്ചി വെറുതെ എത്തിച്ചു കൊടുക്കും. നമ്മൾ വാങ്ങുമ്പോൾ 1 കിലോ പാക്ക് വാങ്ങിയിട്ട് കൊടുത്തിട്ട് ആണ് പോകും. അതെന്നും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി ഒരേ വീട് തന്നെ ആക്കണമെന്നില്ല, വേറെ വേറെ വീടാക്കാം നമുക്ക്. ഞാൻ പറഞ്ഞ സദഖ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാണ്. ഇനി ഏത് ലോകത്തെവിടെ പള്ളിയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അതിലേക്ക് ഒരു 10 റുപ്യക്ക് 10 റുപ്യ കൊടുക്കും. ഇങ്ങനെ നമുക്ക് ചില തീരുമാനങ്ങളും ചില ധാരണകളൊക്കെ ഉണ്ടാക്കി വെക്കാം. അപ്പോഴാണ് ശരിക്കും ഈ അമലു സ്വാലിഹാത്ത് എന്നുള്ളത് നമ്മുടെ കൂടെ. എങ്ങനെ ആലോചിച്ച് നോക്കി, ആകെ നിസ്കാരം അതെന്നെ വൈകി എപ്പോഴോ ഓടി വന്ന് കുത്തി എണീറ്റ് പോകും. അതിന്റെ അടിയിൽ തന്നെ 4 മിനിറ്റിന്റെ അടിയിൽ 45 ചിന്ത മറികടന്നിട്ടുണ്ടാവും. അള്ളാഹ് എന്നുള്ളത് മാത്രം ഓർമ്മയിൽ വന്നിട്ടുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോഴും എന്താണ് ആ സുബ്ഹാനല്ലാഹ് അതുപോലും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. അല്ലാഹു അക്ബർ അല്ലേ? അല്ലാഹു അക്ബർ എന്താണ് ഈ അല്ലാഹു അക്ബർ? അതൊരു ഒച്ച മാത്രമാണ്. ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല ഒരിക്കലും. ഇത്രയും സമ്പൽ സമൃദ്ധമായ രീതിയിൽ എൻ്റെ ശരീരം പടച്ചോൻ ഇങ്ങനെ എത്ര അടിപൊളിയാക്കി ഉണ്ടാക്കി തന്നു.
എത്ര വലിയവനാണ് പടച്ചോൻ. ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരു ജീവിതം ഭയങ്കര ഡ്രൈ ആയിരിക്കും. അവിടെ ദുരന്തവും പ്രശ്നമൊക്കെ വരുമ്പോൾ നമുക്കതിനൊന്നും അഭിമുഖീകരിക്കാൻ പറ്റൂല, ഒരു കാരണവശാലും പറ്റൂല. മറിച്ച് ജീവിതം ദുരന്തത്തിലേക്ക് പോകുമ്പോൾ, എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, ഒരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ജീവന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു കഴിഞ്ഞ കുറേ മണിക്കൂറുകളിൽ കേട്ടോ. അപ്പോ ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവളോട് തിയേറ്റർ എന്ന് പറഞ്ഞടി കെലിമ ചൊല്ല്, നീ കെലിമ ചൊല്ല്, നീ പോയി. അയാൾക്കറിയാലോ ഈ മോണിറ്ററിൽ, അയാള് സർജനാണ്, ഇവിടെ MES മെഡിക്കൽ കോളേജിലെ സർജനാണ്. അയാൾക്കറിയാം, മെഡിക്കലി അയാൾക്കറിയാം അവളുടെ ഭാര്യ അവസാനിക്കുകയാണ്. അത് പറയാൻ കഴിയാന്ന് പറഞ്ഞ ചെറിയ സംഗതി ഒന്നല്ല സഹോദരന്മാരെ. സ്വന്തം ഭാര്യയുടെ കണ്ണടക്കുന്നു, ചെറിയ പിഞ്ചു ജീവിതങ്ങൾ. ഇനി ഞാൻ പൊക്കിയെടുത്ത് കൊണ്ടുപോകണം. വളരെ ചെറിയ പ്രായം ഉണ്ടാക്കും, 35 തികയില പ്രായം, അത്ര ചെറിയ പ്രായമാണ്, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ അതാണ് ഞാൻ പറഞ്ഞത്, പ്രതിസന്ധി വരുമ്പോൾ അവിടെ നിവർന്നു നിൽക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ അൽഹംദുലില്ലാ അവരൊക്കെ കഴിഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഇന്നലെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തു എന്ന് പറഞ്ഞ് രാവിലെ സംസാരിച്ചു. അള്ളാഹു അവർക്ക് പൂർണ്ണമായ ശമനവും പൂർണ്ണമായ സന്തോഷവും ഈ അനുഭവിച്ചതിലൊക്കെ അതുകൊണ്ടൊക്കെ കൂടുതൽ ഹൈറായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമാറാകട്ടെ. ചെറിയ കാര്യമല്ല. ഇനി രണ്ടാമത്തൊരു വശം എന്താ അറിയോ? രണ്ടാമത്തൊരു വശം പറയുന്നതിന് മുമ്പ് ഞാൻ ഇതുകൂടി ചേർത്ത് വെക്കട്ടെ. നമുക്കൊക്കെ കോമൺ ആയിട്ട് അറിയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ ഒരുപാട് വട്ടം കേട്ടൊരു ഹദീസാണ്. പക്ഷെ ഒരുപാട് വട്ടം കേൾക്കുന്ന സാധനങ്ങൾ പ്രത്യേകിച്ച് കാതറ്റത്ത് അവസാനിക്കാന്നല്ലാതെ അത് കൽബ് കറങ്ങണില്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. എന്താ? അജബലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിന്റെ കാര്യം മഹാ അത്ഭുതം തന്നെയാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. എന്താ? വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അത് വിശ്വാസിക്കല്ലാതെ വേറെ ആർക്കുമില്ല. ഇൻ അസ്വാബതുഹു സറാഉ ശകറ, അവന് സന്തോഷം വന്ന അവൻ പടച്ചോനെ സ്തുതിക്കും. ഫകാന ഖൈറൻ ലഹു, അപ്പൊ എന്ത് സന്തോഷത്തിലും അള്ളാഹിനെ സ്തുതിക്കുമ്പോൾ അവന് ഖൈറാണ്. വൈകുന്നേരം കണക്ക് കൂട്ടിയപ്പോ നല്ലൊരു പൈസ, വൈകുന്നേരം കണക്ക് കൂട്ടി നോക്കിയപ്പോ നല്ലൊരു പൈസ, അപ്പൊ അൽഹംദുലില്ലാ അല്ലേ? അതല്ലെങ്കിൽ മകൾക്ക് നല്ലൊരു വിവാഹം, അല്ലെങ്കിൽ കാറ്റിലും ഒന്നിലൊക്കെ ഒരുപാട് ആൾ റബ്ബറും തോട്ടൊക്കെ പൊളിഞ്ഞാടിപ്പോയി, അയാളതില്ല, അപ്പൊ അയാൾ ഉള്ളുന്ന് അൽഹംദുലില്ലാ. ഒരു ആക്സിഡന്റിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടു, അയാൾ അൽഹംദുലില്ലാ, അപ്പൊ അയാൾക്ക് ഖൈറാണ്. കാരണം സന്തോഷം വന്നപ്പോ അള്ളാഹിനെ ഓർക്കാനുള്ള മനസ്സും നിലപാടും അയാൾക്കുണ്ടായി. ഇനിയോ ഇൻ അസ്വാബത്തുഹു സറഉ ശക്ര, ഇനി വൈൻ അസ്വാബത്തുഹു ലറാഉ, അവയ്ക്ക് ദുരിതം ബാധിച്ചാലോ സ്വബറ, അയാൾ സ്വബർ കാണിക്കും. ഫക്കാന ഖൈറൻ ലഹു, അപ്പൊ അതും അയാൾക്ക് ഖൈറാണ്. അയാൾക്ക് എന്തെങ്കിലും വലിയ പരീക്ഷണം വന്നു, വലിയ ദുരന്തം വന്നു, വലിയ ബുദ്ധിമുട്ട് വന്നു, അപ്പൊ അയാൾക്ക് ഓർമ്മ വരും, ഇതൊക്കെ എനിക്ക് പടച്ചോൻ തരുന്നതാണ്, ഇതിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കാൻ പടച്ചോന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മള് വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ പിടിച്ചു നിർത്തേണ്ടത്, ഇതിനെ കൃത്യതപ്പെടുത്തേണ്ടത് എന്നാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു എന്നാണ്, ഏത് വിഷമം വന്നാലും അദ്ദേഹം പറയും, അൽഹംദുലില്ലാ, എന്റെ ദീനിലല്ലല്ലോ പടച്ചോൻ പരീക്ഷണം തന്നത്, എന്റെ ശരീരത്തിലും അവയവത്തിലും ആയുസ്സിലും അല്ലേ തന്നത്, എന്താ ദീനിലെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വലുതന്നെ ബോധ്യപ്പെടൂല കേട്ടോ. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു, നിങ്ങളെ മോനെ ക്യാൻസർ വന്നു, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതേ സമയത്ത് അവന് നിസ്കരിക്കണില്ല, കുറേ വട്ടം നിർബന്ധിച്ചപ്പോൾ ഒരു ദിവസം പറഞ്ഞു, ഞാൻ നിസ്കാരം നിർത്തിയതാണ്, ഞാൻ ഇന്നാളെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇനി നിസ്കാരം ഒന്നും വേണ്ടെന്നാണ്. ഞാൻ പറഞ്ഞത് നമ്മളെ കുട്ടിക്ക് ക്യാൻസർ വരുന്നില്ലേറെ വലിയ പരീക്ഷണമാണ് അവനൊരു യുക്തിവാദിയായി മാറുന്നു, അവനൊരു നിരീശ്വരവാദിയായി മാറുന്നു എന്നുള്ളത്. നമുക്ക് എത്ര ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ വീട്ടിലിങ്ങനെ കരഞ്ഞിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയാ, എനിക്കെന്റെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു, അതിന്റെ പേരിലാണ് ഞാൻ കരഞ്ഞിരുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് അബൂ ഇസ്മായിൽ അൽ ബുഖാരി റഹ്മഹുല്ലാ എൻ്റെ അടുത്ത് വന്നു, പള്ളിയിൽ കണ്ടില്ലല്ലോ നിന്നെ എന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അദ്ദേഹം എനിക്ക് ഇസ്തിർജാ ചൊല്ലി എന്നെ ആശ്വസിപ്പിച്ചു. എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലിയിട്ട് എനിക്ക് തഅസിയത്ത് തന്നു. തഅസിയത്ത് നമ്മളെവിടെ കൊടുക്കുക? പറഞ്ഞോളി, തഅസിയത്ത് എവിടെ കൊടുക്കുക? മരിച്ചെടുത്ത് അല്ലേ? അദ്ദേഹം നിസ്കാരം നഷ്ടപ്പെട്ട ആളെടുത്ത് എന്നിട്ട് തഅസിയത്ത് ചെയ്തു, അയാളുടെ ദുഃഖത്തിൽ പങ്കെടുത്തു. തഅസിയത്ത് പറഞ്ഞതാ, ദുഃഖത്തിൽ പങ്കെടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലൗ മാതലി ഇബ്നുൻ, എന്റെ കുട്ടി മരിച്ചിരുന്നെങ്കിൽ ലസാറനി അൽ ആലാഫ്, എന്നെ ആയിരങ്ങൾ സന്ദർശിക്കുമായിരുന്നു, എന്നിട്ട് എനിക്ക് വേണ്ടി ഇസ്തിർജാ ചൊല്ലുമായിരുന്നു, എനിക്ക് വേണ്ടി തഅസിയത്ത് തരുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിന്റെ പ്രശ്നമാണ് വലിയ പ്രശ്നം, പരലോകത്തിന്റെ പ്രശ്നം അവർക്ക് വലിയ പ്രശ്നമല്ല. അതായത് വിഷയങ്ങളെ മനസ്സിലാക്കുന്നതിൽ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. മൂപ്പരെ റബ്ബറും തോട്ടം മുഴുവൻ 100 മരം ഒന്നിച്ചു പോയി, അല്ലെങ്കിൽ മൂപ്പർക്ക് ആകണ്ടായിരുന്നൊരു സാമ്പത്തിക മാർഗം അല്ലേ? ഇപ്പൊ എന്താ ഗൾഫിലൊക്കെ ഓരോ സമയത്ത് എന്ത് ചെയ്യും,
ഭയങ്കര പൊളിക്കലൊക്കെ നടക്കും. ഒരു നോട്ടീസ് വരും, പൊളിക്കും. ഭയങ്കര ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടാകും. എല്ലാ വരുമാനം നിലക്കും. അത് ഭയങ്കര പ്രശ്നമായിരിക്കും. എന്നാലോ ദീനിയായിട്ടൊരു നിലപാടിലൊരു വലിയ കുഴപ്പം പ്രശ്നമൊക്കെ ഉണ്ട്. അത് വലിയ പ്രശ്നമായിട്ട് ആൾക്കാർക്ക് തോന്നൂല എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചൊന്നുകൂടി പറയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ശരിയായി നമ്മുടെ വിശ്വാസത്തെയും നിലപാടിനെയും ആരാധനകളെയും അനുഷ്ഠാനങ്ങളെയും ഇങ്ങനെ ചിട്ടപ്പെടുത്തി കൃത്യതപ്പെടുത്തി മെച്ചപ്പെടുത്തി പുരോഗതിപ്പെടുത്തി അതിൻ്റെ പ്രാമാണികമായി സ്ഥിരതപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വരുന്ന ദുരന്തങ്ങളൊക്കെ ഒരു കൊടുങ്കാറ്റിനെ പോലും ഏറ്റവും ശാന്തമായി അഭിമുഖീകരിക്കാൻ, ഒരു കൊടുങ്കാറ്റിനെ അഭിമുഖീകരിക്കുന്ന ഒരു മലയെപ്പോലെ നമുക്കതിനെ ഫേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല, അല്ലേ? അതാണ് അമ്പിയാക്കളൊക്കെ ചരിത്രം. ഞാൻ എല്ലാ ഇടവേളയിലും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചരിത്രം കൂടിയാണത്. എന്താ? അയ്യൂബ് അലൈഹിസ്സലാം. അയ്യൂബ് അലൈഹി സ്വലാമിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന്റെ മഹാസമ്പന്നനായ മനുഷ്യൻ സമ്പത്ത് മുഴുവൻ പോയി, ഒക്കെ പോയി, എല്ലാം പോയി. പല പല കാരണങ്ങളാൽ കടവും ഒക്കെ വന്ന് അദ്ദേഹത്തിന്റെ സമ്പാദ്യമൊക്കെ പോയി. പിന്നെ 11 മക്കളുണ്ട്. ഈ മക്കളെ വെച്ചൊക്കെ തിരിച്ചു പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മക്കളെയും നഷ്ടപ്പെട്ടു. ഓരോ മക്കളെ, ഒരു മകന്റെ ജനാസ മണ്ണിൽ വെച്ച് ആ മകന് വേണ്ടി നിസ്കരിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ദഫൻ ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്ക് ആ മകന് ബാധിച്ച അതേ രോഗം അടുത്ത മകനും ബാധിച്ചിട്ടുണ്ടാകുന്നതാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം അങ്ങനെയാണ്. ആ കുഞ്ഞിനെ ഒരുപാട് കാലം പരിരക്ഷിച്ച് അവനും മരിച്ചു പോയി. അവസാനം അദ്ദേഹത്തിന്റെ ഭാര്യയെ, ഇണയെപ്പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, അല്ലേ? അപ്പോഴാണ് അദ്ദേഹത്തിന് രോഗം വന്നു. അപ്പോഴാണ് അയ്യൂബ ഇദ് നാദാ റബ്ബഹ് റബ്ബിനി മസ്സനിയ ശൈത്താൻ, 2 പ്രയോഗങ്ങളുണ്ട്. അപ്പോഴാണ് അദ്ദേഹം പടച്ചവനോട് പറയുന്നത്, പടച്ചവനെ എനിക്ക് ദുരിതം ബാധിച്ചു, ശൈത്താൻ കാരണം എനിക്ക് രോഗം ബാധിച്ചു, അതുകൊണ്ട് നീ എൻ്റെ വിഷമത്തിൽ ഇടപെട്ടേരണം. അൻത അർഹമുർ റാഹിമീൻ. അപ്പോഴും പറയാൻ തോന്നിയത് എന്താ? എന്തിനാ പടച്ചവനെ എന്നോട് ഇങ്ങനെ ചെയ്തതെന്നല്ല, അൻത അർഹമുർ റാഹിമീൻ, നീ കാരുണ്യം ചെയ്യണവനിൽ ഏറ്റവും കാരുണ്യമുള്ള ആളാണ്. മൂപ്പർ ആരെടുത്തും പാഞ്ഞില്ല, ഒരു കുറുക്കു വഴിയും തേടിയില്ല, ഒന്നും ഊതിച്ചില്ല, ഒന്നും എഴുതിക്കെട്ടിയില്ല, ഒന്നും കുഴിച്ചിട്ടില്ല. അർഹമുർ റാഹിമീനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചു. ഇനി എന്താ ഖുർആൻ പറഞ്ഞത്? ഫസ്തജബ്നാ ലഹു, നമ്മൾ അദ്ദേഹത്തിന് ഉത്തരം നൽകി. അദ്ദേഹത്തിന്റെ വിഷമത്തിൽ നിന്ന് അദ്ദേഹത്തിന് നമ്മൾ മോചനം നൽകി. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കൊടുത്തു. വീണ്ടും മക്കളെ കൊടുത്തു, വീണ്ടും സമ്പത്ത് കൊടുത്തു, അല്ലേ? സന്തോഷകരമായ ജീവിതം കൊടുത്തു. ഇനി എന്താ പ്രയോഗം? ദിക്റാ ലിൽ ആബിദീൻ. അപ്പൊ നമ്മൾ വിചാരിക്കും അതൊരു നബി ആയതുകൊണ്ടല്ലേ, ആ നബി ചോദിച്ചതുകൊണ്ട് പഠിച്ചോൻ കൊടുത്തതായിരിക്കും. ഈ നബി ചോദിച്ചതുപോലെ ആര് ചോദിക്കുകയാണെങ്കിലും അവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് അടുത്ത പ്രയോഗം. അടുത്ത പ്രയോഗം എങ്ങനെയാണ്? തിമീങ്കലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽപ്പെട്ടു യൂനുസ് നബി അലൈഹിസ്സലാം. എന്താ സംഭവിച്ചത്? ഒരു ജനതയിൽ അദ്ദേഹം പോയി അള്ളാഹുവിന്റെ ദീന് സംസാരിച്ചു. അപ്പൊ ആ ജനങ്ങൾ പ്രകോപിതരായി. ഭാഷ മോശമായതുകൊണ്ടാണോ, ശൈലി മോശമായതുകൊണ്ടാണോ? അല്ല, അവര് പ്രാർത്ഥിക്കുന്ന പുണ്യാളന്മാരെയും പുരുഷന്മാരെയും ഒക്കെ അത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അവർ പ്രാർത്ഥിക്കുന്ന ഔലിയാക്കളും സ്വാലിഹീങ്ങളൊക്കെ, അവരോട് ആ പരിപാടി ചെയ്യാൻ പറ്റൂല എന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ തിരിഞ്ഞു, അദ്ദേഹത്തെ ദ്രോഹിച്ചു. അദ്ദേഹം അവരോട് പിണങ്ങിയിട്ട് കടപ്പുറത്ത് പോയി കാറ്റും കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു കപ്പൽ കണ്ടു. ആ കപ്പലിൽ കയറി. ആ കപ്പലിൽ ഇങ്ങനെ കപ്പൽ മുന്നോട്ട് പോയപ്പോ കപ്പല് മുങ്ങാനൊരുങ്ങിയപ്പോ കപ്പിത്താൻ പറഞ്ഞു ആള് കൂടിയിട്ടാണ്. അപ്പൊ ആര് പുറത്തേക്ക് പോകണം? അവസാനം വന്ന ആളല്ലേ, ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു. അത് പറ്റൂലെന്ന് പറഞ്ഞു. കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പൊ നറുക്കിട്ടു. നറുക്ക് കിട്ട ആള് പോട്ടെ എന്ന് പറഞ്ഞു. അവസാനം നറുക്ക് കിട്ടിയത് അദ്ദേഹത്തിന്റെ പേര്. വീണ്ടും 3 തവണ നറുക്കെടുത്തപ്പോഴും അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കടലിലേക്ക് എടുത്ത് ചാടി ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഒരു തിമീങ്കലം വന്ന് വിഴുങ്ങി. എന്താ? وَظَنُّونَ إِذْ ذَهَبَ مُغَاضِبًا فَظَنَّ أَن لَّن نَّقْدِرَ عَلَيْهِ فَنَادَىٰ فِي الظُّلُمَاتِ أَن لَّا إِلَٰهَ إِلَّا أَنتَ سُبْحَانَكَ إِنِّي كُنتُ مِنَ الظَّالِمِينَ. തിമീങ്കലത്തിന്റെ ഉള്ളിൽ നിന്നാ പ്രാർത്ഥിക്കണേ, അല്ലേ? വദന്നൂന ഇദ് ദഹബ മുഗാളിബ, കോപിഷ്ഠനായിക്കൊണ്ട് യൂനുസ് പോയ സന്ദർഭം. വദന്ന അന്നഹു ലൻ നഖ്ദിറ അലൈഹി, എന്താ അദ്ദേഹം വിചാരിച്ചത് നമ്മൾ അദ്ദേഹത്തെ ഈ കാര്യത്തിലൊന്നും ചെയ്യൂല എന്നാണ്. പക്ഷേ അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ തിമീങ്കലത്തിന്റെ ഉള്ളിൽപ്പെട്ടപ്പോൾ അദ്ദേഹം പടച്ചോനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ എന്നെ നീ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോ നമ്മൾ അദ്ദേഹത്തെ രക്ഷിച്ചു. എന്നിട്ട് ആ ആയത്ത് അവസാനിക്കണേ എങ്ങനെ അറിയോ? ശരിക്ക് കേട്ടോളി, ഭയങ്കര പ്രതീക്ഷ തരുന്നൊരു വാക്കാണത്. നമ്മൾ വിചാരിക്കുന്നത് നബിമാരല്ലേ, അവരൊക്കെ ചോദിച്ചാൽ വേഗം കിട്ടും, അതുകൊണ്ടായിരിക്കും. അല്ല, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, വിശ്വാസികളെ നമ്മൾ രക്ഷപ്പെടുത്തുക അങ്ങനെയാണെന്ന്. അതുകൊണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ വഴി എന്നുള്ളത് വിശ്വാസത്തെ ശുദ്ധീകരിച്ചുകൊണ്ടും അതിൽ വേറെ ഒന്നും ഉണ്ടാകരുത്, അതിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകരുത്. പടച്ചോൻ ഇഷ്ടമില്ലാത്ത പരിപാടികളൊന്നും ചെയ്യരുത്.
റബ്ബിന്റെ തൃപ്തിയിൽ മാത്രം ജീവിക്കണം, അല്ലെ? അതാണ് ഒന്നാമത്തെ വഴി. ഇനി രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? വല്ല വിഷമവും കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ വിശ്വാസി വിചാരിക്കണം, എന്ത്? പടച്ചോൻ എനിക്ക് ചില പദവികളും സ്ഥാനങ്ങളൊക്കെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് എൻ്റെ ദിക്റ് കൊണ്ടും ദുആ കൊണ്ടും ഇബാദത്ത് കൊണ്ടൊന്നും ഞാൻ എത്താത്തത് കൊണ്ട് പടച്ചോൻ എന്ത് ചെയ്തതാണ്? എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ എനിക്കൊരു വഴി ഉണ്ടാക്കി തന്നതാണ്, അല്ലെ? മാ യുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വല വസബിൻ വല ഹമ്മിൻ വല ഹുസ്നിൻ വല അദ വല ഗമ്മിൻ ഹത്ത ശൗക യുശാഖുഹാ ഇല്ല കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. മാ യുസീബുൽ മുസ്ലിമു മിൻ വസബിൻ, ഒരു മുസ്ലിമിനെയും ഒരു തളർച്ച ബാധിക്കണില്ല, ഒരു ക്ഷീണം ബാധിക്കണില്ല. വല വസബിൻ, ഒരു രോഗവും ബാധിക്കുന്നില്ല. വല ഹമ്മിൻ വല ഹുസ്നിൻ വല ഗമ്മിൻ, മൂന്ന് തരം ദുഃഖങ്ങളാണ്, അല്ലെ? കാരണമറിയുന്നതോ കാരണമറിയാത്തതോ ഒക്കെയായ വ്യത്യസ്ത ദുഃഖങ്ങൾ, വിഷമങ്ങൾ, വേദനകൾ അവന് ഉണ്ടാകുമ്പോൾ, ഗമ്മ എന്ന് പറയുമ്പോൾ ഒരു വേദന കലർന്ന ദുഃഖത്തെയാണ് പറയാ. ഇങ്ങനെയുള്ള എന്തുണ്ടെങ്കിലും, എത്രത്തോളം റസൂലുള്ളാഹിന്റെ ടീച്ചിങ്ങിന്റെ പ്രത്യേകത അതാണ്, ഹത്ത ശൗകത്തു യുശാഖുഹ, ഒരു മുള്ളു കുത്തിയതാണെങ്കിൽ വരെ ഇല്ല കഫറല്ലാഹു ബിഹാ ഖതായാഹു, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ ഭയങ്കര സുഖമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വന്നാൽ ആ വിഷമം വരുമ്പോഴൊക്കെ മനസ്സിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. എന്താ മനസ്സിന് പറഞ്ഞു കൊടുക്കേണ്ടത്? ഈ വിഷമം നീ അനുഭവിക്കുന്നത് പടച്ചോൻ തന്നൊരു പരീക്ഷണം എന്നുള്ള നിലക്കാണ്. ഇതുകൊണ്ട് നിന്റെ പാപങ്ങൾ പുറത്തു കിട്ടും. സംഗതി പോയത് പോയി, നിനക്കുണ്ടായ നഷ്ടം ശരി തന്നെ, പക്ഷേ നീ ഇത് സ്വബറാക്കുമ്പോ നിനക്ക് ഇതിലൂടെ വലിയൊരു മോചനം കിട്ടാനുണ്ട് എന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മാത്രല്ല മൂന്നാമത്തെ ഒരു കാര്യം ദുന്യാവിനോടുള്ള സ്റ്റാൻഡ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഭാഗമാണ്. നഷ്ടം എവിടെ സംഭവിച്ച? ദുന്യാവിലാണല്ലോ. നഷ്ടം സംഭവിച്ച ദുന്യാവിലാണ്. ദുന്യാവിനോടുള്ള വിശ്വാസിന്റെ സ്റ്റാൻഡ് എന്താ? ദുന്യാവിനോടുള്ള വിശ്വാസിയുടെ സ്റ്റാൻഡ് എന്താ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലെ മാർക്കറ്റ് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ടീച്ചിങ് എയ്ഡ് വെച്ചിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലേ? ഇപ്പോ ഞങ്ങൾ അധ്യാപകരോട് പറയുന്ന ഒരു കാര്യമാണ് എന്ത്? ഞങ്ങളെ കുട്ടികളെ വെറുതെ ഇങ്ങനെ കയ്യും വീശി പോയിട്ട് എന്താ വർത്താനം പറഞ്ഞ് ബുക്കർക്ക് എന്ന് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ്. ബുക്കർക്ക് എടുക്കണം, അതല്ല. ശരിക്ക് ആ കുട്ടിയെ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ വേണമെന്നാണ്. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ടീച്ചിങ് ആണ്. ഒരു ആട് അവിടെ ഇങ്ങനെ ചത്ത് കിടക്കുന്ന ആടിന്റെ രണ്ട് ചെവിയിലും പിടിച്ചിട്ട് പ്രവാചകനെ കൊണ്ട് പൊക്കി ഇങ്ങനെ പിടിച്ചു. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു. അതുവരെ പ്രവാചകനെ ആരും ഒന്നും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ല. മുന്നിൽ എന്താ പറയാ, കൂടെ സെക്യൂരിറ്റി അകമ്പടിയും പൈലറ്റ് വാഹനവും സെക്യൂരിറ്റി അകമ്പടി ഒന്നും ഉണ്ടായിട്ടല്ല പ്രവാചകൻ മദീനയിലേക്ക് വരല്. AK-47 റൈഫിളും കൊണ്ട് ഒരാളിങ്ങനെ അരികത്ത് നിൽക്കാറില്ല. നിർഭയനായി സമൂഹത്തിന്റെ ഇടയിലേക്ക് ആ പ്രവാചകൻ കയറി ചെല്ലും. അപ്പൊ ആരും അറിഞ്ഞിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ വന്നത്. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? പിന്നെ ആ ഒരു ആടിനെങ്ങനെ ഉയർത്തി പിടിച്ചതോടുകൂടെ ആളുകളൊക്കെ നോക്കി. പെട്ടെന്ന് വെട്ടം കൂടി. നോട്ടീസും പോസ്റ്ററും മെസ്സേജും അനൗൺസ്മെന്റ് ഒന്നും ഇല്ലാതെ മദീനയിലെ മാർക്കറ്റ് ഒരു കൊച്ചു പ്രഭാഷണത്തിന് സാക്ഷിയാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഈ ആടിനെ നിങ്ങൾക്കാർക്കാണ് വേണ്ടത്? നിങ്ങൾക്കാർക്കാണ് ഈ ആടിനെ വേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഈ ചോദ്യം കേട്ടപ്പോ അവരാരും മിണ്ടണില്ല. അപ്പൊ ആരും മിണ്ടണില്ല. നബി ആവർത്തിച്ച് ചോദിച്ചപ്പോ എന്തിനാ നബിയെ ഒരു ചത്ത ആടിനെ, അതും കുറച്ച് തകരാറുള്ള ആടാണ്, വിലക്ക് വരെ പോകാത്തൊരാടാണത്, അതെന്തിനാ ഞങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദിർഹം തന്നാ മതി. ഒരു ദിർഹമിന് ആർക്കും വേണ്ടാന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ ഒന്നുകൂടെ പറഞ്ഞു, ശരി എന്നാൽ ഒരു കാര്യം ചെയ്യേ, ഞാനിത് വെറുതെ തരാം, കൊണ്ടേക്കോളി. അപ്പോഴും പറഞ്ഞു അവർക്കും വേണ്ട. അപ്പൊ പ്രവാചകൻ ആടിനെ അവിടെ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുന്യാവ് ഇതിലേറെ വില കുറഞ്ഞതാണ്. എവിടുന്നത് പഠിപ്പിക്കുന്ന ഒരു മാർക്കറ്റ് എന്നാണ്. അവരെ മാർക്കറ്റ് എല്ലാ ഹറാമും ഹലാലും ഒക്കെ നോക്കിയിട്ട് നടക്കണ മാർക്കറ്റാ. എന്നാലും മാർക്കറ്റിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ള പഠിപ്പിച്ചത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം കുറഞ്ഞ സ്ഥലം അങ്ങാടിയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ഥലം അല്ലെങ്കിൽ ഇഷ്ടം കുറഞ്ഞ സ്ഥലം അങ്ങാടിയാണ് എന്ന്. അപ്പൊ അങ്ങാടിയിൽ ആവശ്യം കഴിഞ്ഞാൽ പോകേണ്ട സ്ഥലം അങ്ങാടി, ആവശ്യത്തിന് വരേണ്ട സ്ഥലമാണ് അങ്ങാടി. മനസ്സിലായില്ലേ? അങ്ങാടി ആവശ്യത്തിന് വരേണ്ട സ്ഥലമാണ്, ആവശ്യം കഴിഞ്ഞാൽ പോകേണ്ട സ്ഥലമാണ്. പ്രവാചകൻ പറഞ്ഞത് എന്താ? അതിന്റെ അർത്ഥം എന്താ? പള്ളിന്റെ ഒരു മൂലക്കെ തസ്ബീഹ് മാലിയും പിടിച്ചിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പ്രവാചകൻ അങ്ങനെയല്ലല്ലോ. സ്വന്തം ഭാര്യമാരുടെ കൂടെ ഒക്കെ പ്രവാചകൻ സമയം ചെലവാക്കുന്നുണ്ട്. അവരുടെ കൂടെ ആയിഷ ബീവിന്റെ കൂടെ ഓട്ട മത്സരം നടത്തുന്നുണ്ട്. ആയിഷ ബീവി കടിച്ച കോഴിന്റെ കുറക് വാങ്ങിയിട്ട് അതേ സ്ഥാനത്ത് കടിച്ച് എങ്ങനെയാണോ റൊമാൻറ്റിക് ഫാമിലി ലൈഫ്, എങ്ങനെയാണ് പ്രണയം നിറഞ്ഞ ദാമ്പത്യം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ യുദ്ധത്തിന്റെ മുന്നണി പോരാളിയായി സർവ്വസൈന്യാധിപനായി നിന്നിട്ടുണ്ട്. സ്വന്തം അണികൾക്കിടയിലെ വേദനിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ജാബിറും പ്രവാചകനും ഇങ്ങനെ പോവാ. ജാബിറിന്റെ ഒട്ടകം എവിടെ? പ്രവാചകന്റെ ഒട്ടകപ്പുറത്ത്. ജാബിറെ, എന്താ ജാബിറെ കല്യാണം കഴിക്കാത്ത? ഒന്നുമില്ല നബിയെ, ഉമ്മ മരിച്ച്
എൻ്റെ പെങ്ങന്മാരൊക്കെ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ എന്ന് പറഞ്ഞു. പ്രവാചകൻ അത് അവിടെ നിർത്തി. എന്നിട്ട് ചോദിച്ചു, ജാബിറിന്റെ ഒട്ടകത്തെ കൊടുക്കണോ? കച്ചവടം പറയണം. ഞാൻ നബിക്ക് തരാലോ എൻ്റെ ഒട്ടകം. ശരി, മദീനയിലെത്തിയ ഒട്ടകം എനിക്ക് തരണം. എന്നിട്ട് പ്രവാചകൻ സ്വന്തം ഒട്ടകത്തെ കുറച്ചുകൂടി വേഗത്തിലാക്കിയിട്ട് ബൈത്തുൽ മാലിന്റെ ഉടമസ്ഥനായിരുന്ന അബൂ ഹുറൈറയുടെ അടുത്ത് എന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ ബിലാലിന്റെ അടുത്ത് എന്നിട്ട് പറയാണ്, ഞാൻ കൃത്യമായിട്ട് ഓർക്കണില്ല. പിന്നെ അറിയാലോ ജാബിറിന്റെ അവസ്ഥ, വളരെ പാവാണ്. ഞാൻ ആ ഒട്ടകത്തെ വാങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്യണം? ആ ഒട്ടകത്തിന് നടപ്പ് വിലയേക്കാളും വലിയ വില കൊടുക്കണം. നടപ്പ് വിലയേക്കാളും വലിയ കൊടുക്കണം. എന്നിട്ട് ജാബിറിനെ പറഞ്ഞേക്കണം കേട്ടോ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത ദിവസം സ്വകാര്യമായിട്ട് ജാബിറിന്റെ ഒട്ടകത്തെ ജാബിറിനെ കൊടുത്തു. ജാബിറിന്റെ ഒട്ടകത്തെ ജാബിറിനെ കൊടുത്തു. ജാബിർ റളിയല്ലാഹു അൻഹു എന്നെ കൊടുത്തു. എന്താ സംഭവിച്ചേ? ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു സംഭാവന ചെയ്തപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ അഭിമാനം സംരക്ഷിച്ചു. ജാബിറും പ്രവാചകനും തമ്മിൽ നടന്നത് കച്ചവടാണെന്ന് വരുത്തി. ഇവിടെ ഒരുപാട് ആളുകൾ ഈ സോഷ്യൽ വെൽഫെയർ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്ന ആൾക്കാരുണ്ട്. പാർട്ടിയുടെ ഭാഗമായി, പാലിയേറ്റീവിന്റെ ഭാഗമായി, പല പല കാര്യങ്ങളുടെ ഭാഗമായി. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരാളുടെ അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ പള്ളിയിൽ ഇവിടെ ഒരാളും വാതിൽക്കെ ബക്കറ്റും വെച്ചിരിക്കരുത്, പിരിവിന് വേണ്ടി ഇരിക്കരുത് എന്ന് തീരുമാനം എടുത്തെന്തുകൊണ്ടാ? ഒറ്റ വട്ടത്തെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുള്ളത് എനിക്ക് തോന്നണത്. അത് ഇവിടെ വരുമ്പോൾ യൂസുഫ് മാഷ് ഒക്കെ ഇടപെട്ടിട്ട് എന്ത് ചെയ്യും? ആ സംഗതി ക്ലിയർ ചെയ്യും. നമുക്ക് അതിനൊരു ഫണ്ട് നമ്മൾ ഉണ്ടാക്കലുണ്ട്. ആ ഫണ്ട് ഇപ്പം ഉണ്ടാക്കിയിട്ട് കുറേ ആയി. ഞാൻ സാന്ദർഭികമായിട്ട് പറയണേ, ഇന്ന് നമ്മൾ ഇടുന്ന പൈസ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിലേക്ക് എടുത്തേക്കണം. എല്ലാവരും കൂടി ഇടുന്ന ഒരു പൈസ അതിലേക്ക് എടുത്തേക്കണം. അങ്ങനെ ആരെങ്കിലും വന്നാൽ അവർക്ക് 500 300 ഒക്കെ കൊടുത്തു വിടാൻ വളരെ ജെന്യൂൻ കേസാണെങ്കിൽ നമ്മൾ അനൗൺസ് ചെയ്യലാണ്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളാരെങ്കിലും നിന്ന്, നമ്മളെ സെക്രട്ടറിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ ഇവിടെ നമ്മളെ പിരിക്കണ നമ്മളെ കുട്ടിയുണ്ട്, അവരൊക്കെ കൂടെ ഇരുന്നിട്ട് പിരിക്കലാണ്. അത് അഭിമാനം എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടാത്തൊരു സ്പേസും ഇല്ല, ഒരു സ്പേസും ഇല്ല. പക്ഷേ പ്രവാചകൻ ദുന്യാവിന്റെ അതിർത്തി പഠിപ്പിച്ചപ്പോൾ കറക്റ്റ് പഠിപ്പിച്ചു. ഈ ദുന്യാവിന്റെ അതിർത്തി കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് നഷ്ടങ്ങളിൽ അങ്ങേയറ്റത്തെ പെയിൻ ഉണ്ടാകൂല കേട്ടോ. ഞാൻ അറ്റൻഡ് ചെയ്തൊരു ഫോണുണ്ട്. എന്താ അറിയോ? ഒരാൾ ഭയങ്കര കച്ചവടത്തിലൊക്കെ പൊട്ടി അയാൾ നാട്ടിൽ നിന്ന് വിട്ട് താമസിക്കുകയാണ്. അപ്പൊ അവിടെ നിന്നാണ് വിളിച്ചത്. അയാളൊരു വളരെ വല്ലാത്തൊരു മാനസികാവസ്ഥ കൂടെയാണ് പോണത്. ഒക്കെ അയാളോട് കുറേ നേരം ഞാനൊരു 40-45 മിനിറ്റ് വിശദമായി മൂപ്പരോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത്, നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ 2.5 കോടിയാണ് എനിക്ക് കടം. അതിൽ 1 കോടി റുപ്യ ഒരാൾ എൻ്റെ അടുത്ത് വിശ്വസിച്ചേൽപ്പിച്ചതാണ്. അപ്പോൾ ഈ കച്ചവടം പൊട്ടിയ വിവരം ഞാൻ മൂപ്പരെ അറിയിച്ചപ്പോൾ മൂപ്പര് ചോദിച്ചു, എൻ്റെ അടുത്ത് ഹറാമൊന്നും വന്നിട്ടില്ലല്ലോ? ഇല്ല. കച്ചവടത്തിൽ നല്ല നിൽക്കല്ലേ പോയതാ? അത് സാരല്ല, നിങ്ങൾ മൂപ്പർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. 1 കോടി റുപ്യ പോയപ്പോൾ അയാൾ എന്താ, കച്ചവടമാകുമ്പോൾ ചില ആൾക്കാർ എങ്ങനെയാണ്, കച്ചവടത്തിൽ എന്താ പറയുക, ഷെയറൊക്കെ കൂടും. കച്ചവടം പൊട്ടിയ മൂപ്പർക്ക് ഷെയർ വേണ്ടി വരും. അതിനാണ് പലിശ ഇറങ്ങിയവരെ, അതിന്റെ പേരാണ് പലിശ. കച്ചവടമാകുമ്പോൾ നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ടാവും. എഴുതേണ്ടതൊന്നും എഴുതൂല, കരാറുകളൊന്നും എഴുതൂല, ഭയങ്കര ചങ്കളായിരിക്കും. തുടങ്ങും പരിപാടി, പൊട്ടിയാലോ പിന്നെ ഒരു കാലത്തും കണ്ടാ മിണ്ടാത്ത കോലത്തേക്ക് മാറുകയും ചെയ്യും. എന്ത് കച്ചവടം, ഒരു കിലോ വാഴക്ക കച്ചവടം ചെയ്യുകയാണെങ്കിലും അവിടെ എഴുതേണ്ടതൊക്കെ എഴുതന്നെ വെക്കണം. മനസ്സിലായില്ലേ? എഴുതേണ്ടത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ മയ്യിത്ത് നിസ്കരിക്കാൻ പോകാൻ തോന്നൂല. അതാ ബുദ്ധിമുട്ട്. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ അസ്ലിലേക്ക് നമ്മൾ എത്തുന്നതോടുകൂടെ ജീവിതത്തിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റും. അതുകൊണ്ട് ദുന്യാവ് എന്ന് പറയുന്നത് അത്ര സിമ്പിളാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ചു, ദുന്യാവിനെ കുറിച്ച് പഠിപ്പിച്ചു. ഒരു അൻസാരിയുടെ ജനാസയും കൊണ്ടുപോകുമ്പോൾ പഠിപ്പിച്ചു, മുസ്തരീഹുൻ മുസ്തറാഹുൻ മിൻഹു. 2 തരാളുകൾ മരിക്കും. മുസ്തരീഹ്, ഒന്ന് മരണം കൊണ്ട് ആശ്വാസമുള്ള ആൾക്കാർ. എന്താ, ഇനിയൊരു വേദനയും ഒരു വിഷമം ഒരു കുത്തുവാക്കും ഒരു ടെൻഷനും ഇല്ല, നേരെ പോയി കടന്നെടുത്താൽ മതി, സ്വർഗം കൊണ്ട് അങ്ങനെ കിടക്കുക, മരിക്കണതൂടെ രക്ഷപ്പെട്ടു. മുസ്തറാഹ് എന്നെന്താ, ബാക്കിയുള്ളവരോ അവൻ്റെ അടുത്തൊന്നും കഴിച്ചില്ലായി. ഓന്റെ തെറിയും ഓന്റെ വർത്താനം ഓന്റെ ബഹളവും ഓന്റെ ഞെട്ടിക്കലും വീട്ടിലെ കാര്യം വരണേ കേട്ടോ. ഓന്റെ പിന്നെ ശല്യം സഹിച്ച് ജീവിക്കണ്ടല്ലോ. എത്രത്തോളം റസൂലുള്ളാഹിന്റെ ഹദീസുകൾ കേട്ടോളി. യസ്തരീഹു മിൻഹുൽ ഇബാദ്, അള്ളാന്റെ അടിമകൾ അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടും. വൽ ബിലാദ്, നാടുകൾ രക്ഷപ്പെടും. വശജറു വദ്ദവാബ്, മരവും പിന്നെ ചെടിയും മൃഗങ്ങളൊക്കെ രക്ഷപ്പെടും. ചില ആൾക്കാരോട് ഒഴിഞ്ഞു പോയാൽ മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ദുരന്തപൂർണമായ മരണത്തിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. 8 കാര്യങ്ങൾ പറയാൻ വിചാരിച്ചിരുന്നു. നമ്മൾ 3 കാര്യങ്ങളിൽ ചുരുക്കാണ്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് എല്ലാ സത്യവിശ്വാസികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരാശയം
സ്ത്രീക്ക് പള്ളിയിൽ പോകാമെന്നത് ഏകദേശം 100-ലധികം ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. മീഡിയകളിൽ ഒരു പെൺകുട്ടിയുടെ പ്രതികരണവും അതിൻ്റെ കൗണ്ടർ പ്രതികരണങ്ങളൊക്കെ നമ്മളിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയം ഒന്ന് പഠിക്കണം എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് എല്ലാവരും ഉണർത്തുകയാണ്. ഞാൻ ആ വിഷയം ഇവിടെ പഠിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കണില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, ഇമ്മത്തിന്റെ അഭിപ്രായം, ഒരു കാര്യമില്ലാതെ എന്തിനാണ് ഈ ആൾക്കാർ വാശി പിടിക്കണമെന്ന് അറിയില്ല. പള്ളിന്റെ ഉള്ളിലേക്ക് മാത്രം പെണ്ണിന് വന്നൂടാ, അത് ഹറാമാണ്. പള്ളി ഉണ്ടാക്കിയ ഉദ്ഘാടനത്തിന് ചിറ്റൊക്കെ കൊടുത്ത ആളുകൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് വിടുന്ന പരിപാടി ഉണ്ട്. പള്ളിന്റെ അപ്പുറത്ത് ചെറിയ ഒരു കൂടുണ്ടാക്കിയിട്ട് ഇതേ ബിൽഡിംഗ് വന്ന് കണക്ഷൻ കൊടുത്തിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് സ്ത്രീകളുടെ നമസ്കാര സ്ഥലം, അതിന് പ്രശ്നമില്ല. ഇതൊരു തരം പറഞ്ഞുപെട്ട പിടിവാശിയാണ്. അത്തരം പറഞ്ഞുപെട്ട പിടിവാശികൾക്ക് വേണ്ടി പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലെ മാനേജ്മെന്റിന് വേണ്ടി കമന്റ് പറയുന്ന രീതി ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഉണ്ടായിക്കൂടാന്ന് വളരെ തുറന്നു പറയാണ് കേട്ടോ. ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. വഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു അൽ ഇജ്മാ അല അന്നഹ ലൗ ഹളറത് വസല്ലത്തിൽ ജുമുഅത്ത് ജാസ. എന്താ അതിന്റെ മറുപടി? വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്താ അതിന്റെ മറുപടി? എന്താ കൃത്യമായി പറയാണ്. എന്താ പണ്ഡിതന്മാർ പറയുന്നത്? വഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു, ഇബ്നുൽ മുൻദിറും അല്ലാത്തവരും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട് അല അന്നഹ ലൗ ഹളറത് വസല്ലത്തിൽ ജുമുഅത്ത് ജാസ, അവൾ ജുമാക്ക് വന്ന് നിസ്കരിച്ചാൽ അത് ജായിസാണ് എന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ പള്ളിയിൽ പോകാൻ, ഈദ്ഗാഹിന് പോകാൻ ഒക്കെ, തറാവിഹ് നിസ്കരിക്കാൻ, രാത്രി താമസിക്കാൻ, പിന്നെ ഇഅ്തികാഫ് ഇരിക്കാൻ ഒക്കെ പെണ്ണിന് അനുവാദമുണ്ട്. പെണ്ണിന് നിർബന്ധമല്ല, ആണിന് നിർബന്ധമാണ് ജുമഅയൊക്കെ. അപ്പൊ അത്തരം വിഷയങ്ങൾ വിവാദമാകുമ്പോൾ അതിങ്ങനെ കണ്ടുപോയാൽ പോരാ, നമ്മൾ പഠിക്കണം എന്നുള്ളൊരു കാര്യം സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിഷമങ്ങളിലും നമുക്ക് ആശ്വാസം നൽകുമാറാകട്ടെ.